വയനാട്ടിലെ ജനങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിനായി നടത്തുന്ന ഈ സമരം കേരള ജനത ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ വയനാട്ടിലോട്ട് പതിയുമ്പോൾ ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിന് നമുക്കും അവരോടൊപ്പം കൈകോർക്കാം. അവരുടെ സമരം അല്പം അക്രമാസക്തം ആകുന്നുവെങ്കിൽ പോലും നമുക്കവരെ കുറ്റം പറയുവാൻ സാധിക്കില്ല. അവർക്ക് ഇത് നിലനിൽപ്പിൻ്റെ സമരമാണ്. അവരുടെ വീടും വാസസ്ഥലവും അവരുടെ ജീവനും അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മനുഷ്യജീവനാണ് വലുത്, മൃഗങ്ങൾ അല്ല എന്നുള്ള തിരിച്ചറിവാണ് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കും ഈ കാര്യങ്ങളിൽ ഉത്തരവാദിത്വം. കോളനിയിലെ ബിജു സൗമ്യ കുടിലാണ് ഇന്ന് രാവിലെ 7 മണിയോടെ കാട്ടാന തകർത്തത്. കുടിലിനുള്ളിൽ ഉള്ളവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ഇവരുടെ ഷീറ്റ് മേഞ്ഞ കുടിൽ പൂർണ്ണമായും തകർന്നു. ചെറുത് നല്ല ഉറക്കായിരുന്നു. ആന വന്ന് കേറി അകത്തേക്ക് കേറി വന്നു. ഞങ്ങൾ അതിൽ പേടിച്ചു പോയി. പൂതാടി കേളമംഗലം നായിക്ക കോളനിയിലെ ബിജു സൗമ്യ ദമ്പതികളും ഇവരുടെ 2 മക്കളുമാണ് ഇന്ന് രാവിലെ കാട്ടാനയുടെ മുമ്പിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. നാട്ടിലിറങ്ങിയ കാട്ടാന നേരം വെളുത്ത് വനത്തിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ് കുടിൽ തകർത്തത്. വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഞങ്ങളെ ഭർത്താവിന്റെ അനിയത്തി ഭർത്താവാണ് ഒച്ചിട്ടത്. ഞങ്ങൾക്ക് ഒച്ചിടാനുള്ള ശക്തിയൊന്നും ഇല്ലായിരുന്നു. എങ്ങനെങ്കിലും പുറത്ത് ഇറങ്ങണം എന്നായിരുന്നു ഞങ്ങൾക്ക് ധാരണ. അപ്പുറത്തേക്ക് ചാടിയ പെരുമാറേണ്ടവർക്കും വേണ്ടത്. പുൽപ്പള്ളിയിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരായി നടത്തിയ പ്രതിഷേധ സമരം സംഘർഷത്തിൽ കലാശിച്ചതായാണ് റിപ്പോർട്ടുകൾ. പ്രദേശത്ത് 100 കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. മുദ്രാവാക്യം വിളികളുമായി തുടങ്ങിയ പ്രതിഷേധം പിന്നീട് അക്രമത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പ്രതിഷേധക്കാർ പോലീസിന് നേരെയും കല്ലും കസാരയും എറിഞ്ഞു. പ്രതിഷേധം തണുപ്പിക്കുവാനും ചർച്ചയ്ക്കുമായി എത്തിയ MLA-മാർക്ക് എതിരെയും കുപ്പിയേറുകൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ഇതിനു പിന്നാലെ അക്രമാസക്തമായ ജനക്കൂട്ടത്തെ ശാന്തരാക്കുവാൻ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. നഗരത്തിലാകെ ഹർത്താൽ ദിനത്തിൽ ജനം ഗോ ബാക്ക് വിളികളുമായി പ്രതിഷേധിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കേണിച്ചിറയിൽ നിന്ന് കണ്ടെത്തിയ പാതി ഭക്ഷിച്ച നിലയിലുള്ള പശുവിൻ്റെ ജഡവും പ്രതിഷേധക്കാർ ജീപ്പിന് മുകളിൽ കെട്ടിവെച്ചു. വനം വകുപ്പ് ജീവനക്കാർക്കെതിരെയും പോലീസിനെതിരെയുമാണ് ജില്ലയിൽ ജനരോക്ഷം ആളിക്കത്തുന്നത്. പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് പുൽപ്പള്ളിയും വയനാടും സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 3 ജീവൻ പൊലിഞ്ഞ വയനാട്ടിലെ ജനങ്ങളെ നമുക്ക് എങ്ങനെ കുറ്റം പറയുവാൻ സാധിക്കും? അവർ പ്രകടിപ്പിക്കുന്നത് അവരുടെ വികാരമാണ്. ആ വികാരം അല്പം അതിര് കവിഞ്ഞു പോയി എങ്കിൽ പോലും നമുക്കും അവരുടെ കൂടെ നിന്നേ പറ്റൂ. കാരണം അവരും നമ്മളിൽ ഒരാളാണ്. വയനാട് ജനതയെ നമുക്ക് കുടിയൊഴിപ്പിക്കാതിരിക്കാം. പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിക്കാതെ വന്യമൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാനസികവും ശാരീരികവുമായ കുടിയൊഴിപ്പിക്കൽ. ഗാഡ്ഗിലും കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളും അവരെ വരിഞ്ഞു മുറുക്കാതിരിക്കട്ടെ. ജീവനും സ്വത്തിനുമുള്ള ഭയം മൂലം ഒരു വയനാടുകാരനും ഇനി ചുരമിറങ്ങാതിരിക്കട്ടെ. ജനിച്ച വീണ മണ്ണും ഒരു ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സ്വത്തുക്കളും കൈവിട്ട് ഒരു സുപ്രഭാതത്തിൽ കുടിയിറങ്ങുന്ന ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പാണ് വയനാട് സമരം എന്ന് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തിരിച്ചറിയട്ടെ. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ എല്ലാം മാറ്റിവെച്ച് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇക്കാര്യത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സംസ്ഥാനത്തെ വനം വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരും ജനങ്ങൾക്ക് ഭീഷണിയായുള്ള വന്യമൃഗങ്ങളെ സംരക്ഷിത മൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ, കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പുമായി ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഇനിയെങ്കിലും ആരംഭിക്കട്ടെ. കാരണം ഇത് ഒരു ജനതയുടെ നിലനിൽപ്പിനായുള്ള ചെറുത്തുനിൽപ്പാണ്. നമുക്കത് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല.